ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സത്താർ മെനുവിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നീതു. അപ്പോൾ ഇന്ന് സത്താർ മെനുവിൽ ഞാനൊരു ചട്നി പൊടി, അതായത് ചമ്മന്തി പൊടിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി പൊടിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. നിലക്കടല ഉപയോഗിച്ചിട്ടുള്ള ഒരു ചമ്മന്തി പൊടിയാണിത്. അപ്പോൾ അതല്ലാതെ നോർമലായിട്ട് കഴിക്കുന്ന ചമ്മന്തി പൊടിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പീനട്ട് യൂസ് ചെയ്തിട്ട്, അതായത് നിലക്കടല യൂസ് ചെയ്തിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഉണ്ടല്ലോ, പൊട്ടുകടല വേണം. പൊട്ടുകടല എന്ന് പറയുന്നത് റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലപ്പരിപ്പാണ് പൊട്ടുകടല. അപ്പോൾ അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ നമുക്ക് വേണം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അല്ലെങ്കിൽ മല്ലി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. മല്ലിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉണ്ടാവും. അതേപോലെ തന്നെ ഏകദേശം 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, പെരുംജീരകം അല്ല, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ എടുക്കാം. അതേപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് വേണം. ഒരുപാട് തേങ്ങ എടുക്കരുത്, പെട്ടെന്ന് കേടായി പോവും. അതേപോലെ തന്നെ നമുക്ക് കറിവേപ്പില വേണം. ഏകദേശം ഒരു 1-2 തണ്ട് കറിവേപ്പില നമുക്ക് വേണം. പിന്നെ വേണ്ടത് കായമാണ്. ഞാനിവിടെ കായപ്പൊടിയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായമാണെങ്കിൽ, മുഴുവനായിട്ടുള്ള കായമാണെങ്കിൽ ചെറിയൊരു കഷ്ണം കായം എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് മുളകാണ്, അതായത് ഉണക്കമുളക്. അപ്പോൾ ഉണക്കമുളക് ഞാനിവിടെ ഏകദേശം ഒരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 5-6 നല്ല എരിവുള്ള മുളകും പിന്നെ ഒരു 4 കശ്മീരി മുളകും എടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് കശ്മീരി മുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നല്ല മുളക് ഉപയോഗിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയാണെങ്കിൽ ഒരു 3-4 എടുക്കാം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയുടെ അല്ലിയാണ്, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത്. പിന്നെ ഉപ്പ് വേണം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നിലക്കടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള നിലക്കടലയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാത്തതാണ്, അതുകൊണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുന്നത് വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ പീനട്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ തൊലി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തൊലിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിൻ്റെ തൊലിയൊക്കെ ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. അപ്പോൾ നമുക്കിനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ എണ്ണ മതിയാവും. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തി പൊടിയൊക്കെ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് ചേർക്കാം. അതേപോലെ കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ മല്ലിയാണ് എടുക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇട്ട് ഫ്രൈ ചെയ്യരുത്. അത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക.
അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കായം കൂടെ ചേർക്കുവാണ്. കായത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കായപ്പൊടി ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചൂട്. അപ്പോൾ ഈ പൊടികളൊന്നും ഒരുപാട് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയാവും. അതുകൊണ്ട് കുറേ നേരം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഇനി പൊട്ടുകടലയാണ് ചേർക്കുന്നത്. പൊട്ടുകടല ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യുക, പെട്ടെന്ന് കരിഞ്ഞു പോകും പൊട്ടുകടല. അപ്പോൾ നമ്മുടെ പൊട്ടുകടലയും റെഡി ആയിട്ടുണ്ട്. അത് ഏകദേശം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. എല്ലാം കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ തേങ്ങ ഞാനിട്ട തേങ്ങ, കറിവേപ്പില, ജീരകം, മല്ലിപ്പൊടി, കായം, അപ്പോൾ അതൊക്കെ ഒന്നിച്ച് ചേർക്കാം. അതിന് ഓരോരോ സ്റ്റേജിൽ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഒന്നിച്ചിടരുത്. അപ്പോൾ ആദ്യം തന്നെ തേങ്ങയുടെ കൂടെ പൊടികളൊക്കെ ഇടുവാണെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞിട്ട് ടേസ്റ്റൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി ഈ ഉണക്കമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ചെറുതായിട്ട് കറുപ്പ് കളറ് വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം തന്നെ കറുപ്പ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. കരിഞ്ഞു പോവാതെ നോക്കണേ. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഞാനിതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പ് എന്തിനാണ് ചൂടാക്കുന്നതെന്ന് വെച്ചാൽ കുറേ നാൾ കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു ബ്ലാക്ക് കളർ വരുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ട് ചൂടാക്കിയാൽ മതിയാവും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. നോക്കി നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കറുപ്പ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റോസ്റ്റ് ചെയ്ത എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. തണുത്താറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി ഒരു മിക്സർ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തരതരപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പീനട്ട് അതായത് നിലക്കടല ഒരുപാട് നേരം ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കാൻ പാടില്ല. കാരണം അതിനകത്തുനിന്ന് അതിൻ്റെ ആ ഒരു ബട്ടർ നെയ്യ് പുറത്ത് വരാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് കുറേ നേരം ഇട്ട് കറക്കാൻ പാടില്ല. കുറച്ച് നേരം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ മറക്കാതെ അറിയിക്കണം. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്